വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. അങ്ങനെ നമ്മൾ ഖത്തറിൽ നിന്നും ഇന്ത്യയിൽ എത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഒരു 10-12 ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിനാദ്യമേ ഞാൻ ക്ഷമ ചോദിക്കുന്നു, കാരണം തിരക്കുകളിലും കാര്യങ്ങളിലും ആയതുകൊണ്ട് തന്നെയാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാതിരുന്നത്. എനിവേ നമ്മൾ ഈ ഒരു മാസം തന്നെ ലാസ്റ്റ് ഖത്തറിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. ഏകദേശം 3-4 മൊബൈൽസ് നമ്മുടെ അൺബോക്സിങ്ങിനായിട്ട് അവിടെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ എങ്ങനെയായിരുന്നു മുന്നേ ഉണ്ടായിരുന്നത് അത്തരത്തിൽ തന്നെ തീർച്ചയായിട്ടും ഒരുപാട് മൊബൈൽസിൻ്റെ അൺബോക്സിങ് വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത മാസം മുതൽ നമ്മൾ തീർച്ചയായിട്ടും വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് ഐഫോൺ യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് നാളുകളായിട്ട് കാത്തിരുന്ന ഒരു അപ്ഡേറ്റ് നമുക്ക് 3 ദിവസം മുമ്പ് വന്നിരുന്നു, iOS 15.4. ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളും, അല്ലെങ്കിൽ ഈ ഒരു അപ്ഡേറ്റിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ കൂട്ടുകാരത്തുനിന്ന് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലുള്ള ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസും ടിപ്സും അതുപോലെ തന്നെ മൊബൈൽ അൺബോക്സിങ്, ഗാഡ്ജറ്റ് അൺബോക്സിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലും വീഡിയോസൊക്കെ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൻ കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് ഈ ഒരു iOS 15.4ൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഈ ഒരു iOS 15.4ൽ നമ്മൾ ഉദ്ദേശിച്ച ഒരുപാട് നല്ല ഫീച്ചേഴ്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ആ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ വളരെ ചുരുങ്ങിയ മോഡൽസിൽ മാത്രമേ അവൈലബിൾ ആവുന്നുള്ളൂ എന്നതാണ് ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് നമുക്ക് ഈ ഒരു iOS 15.4ൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കൊറോണ കാലത്ത് നമ്മൾ iOS യൂസേഴ്സ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാസ്ക് ധരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഫേസ് ലോക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല എന്നതായിരുന്നു. അതായത് ഫിംഗർ ലോക്ക് ഉള്ള ഫോണിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഫേസ് ലോക്ക് മാത്രമുള്ള ആ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഈ ഒരു മാസ്ക് ഉപയോഗിച്ചുകൊണ്ട് ഫോൺ ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. ഒന്നെങ്കിൽ മാസ്ക് ഇതുപോലെ താഴ്ത്തി വെക്കണം, അല്ലെങ്കിൽ നമ്പർ ലോക്ക് അടിച്ചു കൊടുക്കണം. അതുമല്ലെങ്കിൽ ആപ്പിളിൻ്റെ വാച്ച് ഉപയോഗിക്കുന്ന ആളുകളായിരിക്കണം. ഇപ്പോൾ പേഴ്സണലി ഞാൻ ഉപയോഗിക്കുന്ന Huawei സ്മാർട്ട് വാച്ചാണ്. അപ്പോൾ എനിക്കതിൽ വാച്ച് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. അതല്ലെങ്കിൽ ആപ്പിളിൻ്റെ വാച്ച് എല്ലാ ആളുകളും യൂസ് ചെയ്യണമെന്നില്ല. അപ്പോൾ അവർക്കും ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫോൺ ലോക്ക് ആക്കണമെങ്കിൽ ഇതുപോലെ മാസ്ക് താത്തുക, അല്ലെങ്കിൽ നമ്പർ ലോക്ക് അടിച്ചു കൊടുക്കുക. ഈ ഒരു ഓപ്ഷൻ മാത്രമായിരുന്നു നമുക്ക് ഈ ഒരു ഐഫോണിൽ ഉണ്ടായിരുന്നത്. എങ്കിൽ ഈ ഒരു iOS 15.4 അപ്ഡേറ്റിന് ശേഷം വന്നൊരു മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു മാസ്ക് ഇത്തരത്തിൽ ധരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇനി അൺലോക്ക് ചെയ്യാൻ സാധിക്കുമെന്നതാണ്. അത് ഏറ്റവും വലിയൊരു ഫീച്ചറായിട്ട് തന്നെയാണ്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു ഫീച്ചറായിട്ട് തന്നെ നമുക്കത് പറയേണ്ടിയിരിക്കുന്നത്. കാരണം അതിൽ ഐ ആണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഐ ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫേസ് അൺലോക്കായിട്ട് മാറുന്നത്. ഇനി അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഈ ഒരു വീഡിയോയുടെ കൂടെ ഞാൻ അത് കൊടുക്കുന്നതാണ്. പക്ഷേ അവിടെയും ഒരു ലിമിറ്റേഷൻ ഉള്ളതെന്ന് പറയുന്നത് നിലവിൽ iPhone 12 സീരീസിലും 13 സീരീസിലും മാത്രമാണ് ഈ ഒരു ഫേസ് മാസ്ക് ഇട്ടുകൊണ്ട് നമുക്ക് ഫേസ് ലോക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നത്. അതായത് iPhone 10 സീരീസിലോ അല്ലെങ്കിൽ 10s സീരീസിലോ അല്ലെങ്കിൽ 11 സീരീസിലോ നിലവിൽ ഈ ഒരു 15.4 അപ്ഡേറ്റിൽ നമുക്ക് മാസ്ക് ഇട്ടുകൊണ്ട് അൺലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷന് ലഭ്യമല്ല. അതൊരു വലിയൊരു ഡ്രോബാക്ക് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം iPhone 10 അല്ലെങ്കിൽ ആ ഒരു 10s അല്ലെങ്കിൽ 11 സീരീസ് ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു iOS 15.4ലൂടെ പ്രത്യേകിച്ച് വലിയൊരു രീതിയിലുള്ള മാറ്റങ്ങളോ കാര്യങ്ങളോ അവർക്ക് ആ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൽ കിട്ടില്ല. ഈ ഒരു iOS 15.4ന് ശേഷം നമുക്ക് മാനുവലായിട്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു അപ്ഡേറ്റിന് ശേഷം നമുക്ക് മാസ്ക് വെച്ചുകൊണ്ടുള്ള ആ ഒരു നമുക്ക് ഫേസ് ലോക്ക് നമുക്കിത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഏറ്റവും രസം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് മാസ്ക് നിർബന്ധമായിട്ടും വെക്കണമെന്നില്ല. മാസ്ക് ഇല്ലാതെ നമ്മൾ എങ്ങനെയാണോ നോർമലി നമുക്ക് ഫേസ് ഐ ഡി രജിസ്റ്റർ ചെയ്യുന്നത് അത്തരത്തിൽ തന്നെ നമുക്കിതിൽ ചെയ്യാൻ സാധിക്കും. കണ്ണിൻ്റെ ഭാഗം വെച്ചിട്ടാണ് ഈ ഒരു ഫോൺ അൺലോക്ക് ചെയ്യുന്നത്. എനിവേ നമുക്ക് ഈ ഒരു ഫേസ് ഐ ഡി ആൻഡ് പാസ്വേഡ് എന്നുള്ള ആ ഒരു സെറ്റിങ്സിൽ പോയതിന് ശേഷം നമ്മൾ ജസ്റ്റ് പാസ്വേഡ് അടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും ഫേസ് ഐ ഡി വിത്ത് എ മാസ്ക്. ഈ ഒരു ഓപ്ഷൻ നമുക്കിവിടെ അഡീഷണൽ ആയിട്ട് കാണാൻ സാധിക്കും iPhone 12 ആൻഡ് 13 സീരീസിൽ മാത്രം. അതുകൂടാതെ തന്നെ ആഡ് ഗ്ലാസ്സസ്, നമ്മൾ സൺഗ്ലാസ്സും അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഗ്ലാസ്സൊക്കെ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഗ്ലാസ്സും നമുക്കിതിൽ അതായത് നമ്മുടെ കണ്ണട വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഫേസ് ഐ ഡി നമുക്കിതിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. iOS 15.4ൻ്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു മാസ്ക് ധരിച്ചുകൊണ്ട് നമുക്ക് ഫേസ് ലോക്ക് ഓപ്പൺ ആക്കുക എന്നത് തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റു ചെറിയ ഫീച്ചർ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറയുന്നത് 37ഓളം പുതിയ ഇമോജീസ് ഈ ഒരു 15.4ൽ ഉൾപ്പെടുത്തിയെന്നാണ്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇമോജീസ് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന തരത്തിൽ 37ഓളം ഇമോജീസ് കൂടി ഈ ഒരു 15.4ൽ നമുക്ക് അധികമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊരു ഫീച്ചറായിട്ട് ഈ ഒരു 15.4ൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നിലവിൽ നമുക്കറിയാം ഈ ഒരു സിരിയിൽ നമുക്ക് 4 തരം വോയിസുകളായിരുന്നു നമുക്ക് കേൾക്കാൻ സാധിച്ചതെങ്കിൽ ഈ ഒരു 15.4ൽ 5ാമതൊരു വോയിസ് കൂടി ഈ ഒരു അവർ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ആ വോയിസ് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. Hi, I'm Siri. Choose the voice you'd like me to use.
ഇതാണ് ആ ഒരു അഞ്ചാമത്തെ വോയിസ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു 3 വ്യത്യാസങ്ങളാണ് നമുക്ക് എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു വ്യത്യാസമായിട്ട് നമുക്ക് ഈ ഒരു 15.4 നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി ഫീച്ചേഴ്സ് ഈ ഒരു 15.4 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിനായിട്ട് നമുക്ക് പുതിയ വാൾപേപ്പേഴ്സ് ഇതിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം ഇതിന് തൊട്ട് മുമ്പുള്ള അപ്ഡേറ്റിലൊക്കെ നമുക്ക് പറ്റിയിരുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് വൈഫൈ കണക്ടിവിറ്റി വേണമായിരുന്നു, അതല്ലെങ്കിൽ 5G കണക്ടിവിറ്റി വേണമായിരുന്നു. എങ്കിൽ ഈ ഒരു 15.4 നമുക്ക് ഇനി മുതൽ 4G നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് കൂടി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് യൂസ് ചെയ്യാൻ സാധിക്കുമെന്നതും ഈ ഒരു 15.4ൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് ഈ ഒരു 15.4 കാണാൻ സാധിക്കും. iOS 15.3.1 അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞിട്ടുള്ള ഒരു കംപ്ലൈൻറ്റ് ആയിരുന്നു ബാറ്ററി ബാക്കപ്പിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. ഈവൻ എനിക്ക് പേഴ്സണലി പോലും ഏകദേശം 1 മണിക്കൂറിൻ്റെ ഒക്കെ ആ ഒരു ബാറ്ററിയുടെ ആ ഒരു വ്യത്യാസം നമുക്ക് ഒരു 15.3.1 അപ്ഡേറ്റിന് ശേഷം നമുക്കിതിൽ ഫീൽ ചെയ്തിരുന്നു. എനിവേ 15.4 അപ്ഡേറ്റിന് ശേഷം എനിക്ക് വലിയ തരത്തിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, മറിച്ച് ഒരു ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ് എന്നുള്ള രീതിയിൽ മാത്രമാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. എനിവേ നിങ്ങൾക്ക് എങ്ങനെയാണോ ഈ ഒരു 15.4 അപ്ഡേറ്റിന് ശേഷം നിങ്ങളുടെ ഐഫോണിൽ എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ബാറ്ററിയുടെ ബാക്കപ്പിൽ എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും കൂട്ടുകാരത്തൊന്ന് ഷെയർ ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇന്നത്തെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ തീർച്ചയായിട്ടും മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ടെക് സംബന്ധമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഈ ഒരു ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക. എനിവേ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു സെയ്ദ് ഇർഷാദ്. മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നാട്ടിൽ ഒരു രക്ഷയുമില്ലാത്തൊരു ചൂട് തന്നെയാട്ടോ.